നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ അവരെക്കുറിച്ച് സ്നേഹത്തോടു കൂടി ചിന്തിക്കുക. നിങ്ങൾക്ക് ഭക്തി, വിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇത് കാണാനിരിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്തായാലും അതിനൊരു പരിഹാരം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെ പ്രായമോ മതമോ ബന്ധമോ ഒന്നുമല്ല നോക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷനാണ് നോക്കുന്നത്. മാനസികമായ അടുപ്പം. ഇത് കുറേ ആളുകൾ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ മാത്രം കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ വന്നാൽ മതി. പേയ്മെൻറ്റും ഉണ്ട്. ഇനി എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കിട്ടുന്ന മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. ഇതിനൊരു ടൈം പീരീഡ് ഇല്ല. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് കേൾക്കേണ്ട സമയമായി എന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്, ഇന്ന് നിർദ്ദേശങ്ങളും ഉണ്ടാവും, അതൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സൂം ചെയ്തതാണ്, അപ്പോൾ തീരെ കാണുന്നില്ല അല്ലേ? ഞാൻ പറയാം. വീൽ ഓഫ് ഫോർച്യൂണാണ് ആദ്യത്തെ കാർഡ്. ക്യാൻഡിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്ത്. ടെമ്പറൻസ് ആണ്. ഫോർ ഓഫ് കപ്പാണ്. ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പങ്കാളി. വിരഹമാണ്, സ്നേഹമാണ്. നൈറ്റ് കപ്പാണ്. സ്വപ്നം കാണുന്നുണ്ട്. കിട്ടുന്നതിലും അധികം ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് നൈറ്റ് കപ്പ്. 2 കാർഡാണ് നൈറ്റ് കപ്പ് കിട്ടിയിരിക്കുന്നത്. സണ്ണ്, സെവൻ വാണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. ടവറാണത്. നൈറ്റ് കപ്പ് 2 എണ്ണം വന്നതുകൊണ്ട് തന്നെ ഭ്രാന്തമായ പ്രണയമാണ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. പേജ് വാണ്ടാണ് ഈ കാർഡ്. പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ കാണിക്കില്ല. പേജ് പെൻഡക്കൾ. സ്വപ്ന സാക്ഷാത്കാരമാണ്, സന്ദേശങ്ങൾ വരുമെന്നാണ്. ഒരു കാർഡ് കൂടി എടുക്കാം. 10 സോട്സ് ആണ്. നിങ്ങളില്ലാതെ അവർ ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്നാണ് ആ കാർഡ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇത് മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം മനസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ സോഴ്സ് എനർജി വന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അർജുനനും സുഭദ്രയാണ് വന്നിരിക്കുന്നത്. വിവാഹം ചെയ്യേണ്ടവരാണ്, പിരിയേണ്ടവരല്ല. റീകൺസിലേഷനാണ് വന്നിരിക്കുന്നത്. അതും ജീവിതാവസാനം വരെ ഒന്നിച്ച ദമ്പതികളെയാണ് കാണിക്കുന്നത്. ശകുന്തളയും ദുഷ്യന്തനുമാണ്. കണ്ടോ? ഈ സൈഡിലാണ് കുറച്ച് കാർഡ് വെച്ചിരിക്കുന്നത്. കാണുന്നില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. ഇനി നമുക്ക് സാധാരണത്തെ പോലെ വയ്ക്കാം. അപ്പോൾ എല്ലാ കാർഡും കാണില്ല കേട്ടോ. കാർത്തിക, മകയിരം, ഉത്രം, ചിത്തിര, വിശാഖം, ചോതി ഇങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. സോഡിയാക് സൈനിൻ്റെ നക്ഷത്രങ്ങളാണ് പറഞ്ഞത്. ബ്ലെസ്സിങ് സ്റ്റാർ അല്ല കേട്ടോ. ഇവിടെ ദിക്കുകൾ വന്നിരിക്കുന്നത് വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ആണ്. വടക്ക്, കിഴക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുണ്ടോയെന്ന് നോക്കുക. 16 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകളായി കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഗോഡസ് ആണ് വന്നിരിക്കുന്നത്. വരാഹിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ കഠിനമായ ദുഃഖങ്ങളും മാറ്റുന്ന ആളാണ്. അപ്പോൾ അത്രയ്ക്കും ദുഃഖിക്കുന്നവരാണെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതി. ആദ്യത്തെ കാർഡ് ഭാഗ്യചക്രമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. അത് തരുന്നത് നിങ്ങൾക്കിപ്പോൾ വിരഹമാണെങ്കിൽ, നിങ്ങൾ അകന്ന് കഴിയുകയാണെങ്കിൽ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആണെങ്കിൽ, ഇവിടെ കോടതിയൊക്കെ കാണുന്നുണ്ട്. നിയമപ്രകാരം പിരിഞ്ഞവർ പോലും ഇപ്പം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത്. നല്ലൊരു കാർഡല്ലേ? നിങ്ങൾക്കിനി ഭാഗ്യം, വിജയം, സന്തോഷം, ഐക്യം ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. അകന്ന് കഴിയുന്ന മനസ്സുകൾ രണ്ടാളും ഒന്നാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു, വിരഹമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഒന്നാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം നിങ്ങൾ അകന്ന് നിൽക്കുമ്പോൾ അവർ വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് 4 ഓഫ് കപ്പ് കാണിച്ചതെന്ന്. അതിന് എൻഡാവാൻ പോണു എന്നാണ് ഭാഗ്യചക്രം നമുക്ക് പറഞ്ഞു തരുന്നത്.
നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നവും ആവാം. പ്രണയം മാത്രമാവണമെന്നില്ലല്ലോ ജീവിതത്തിൽ. അതൊക്കെ എന്താവാൻ പോകുന്നു. ഇനി വരാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ്, നല്ല സ്വപ്നങ്ങളുടെ ദിവസങ്ങളാണ് എന്നാണ്. കാരണം സ്വപ്നത്തിൻ്റെ കാർഡാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു അത് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നല്ല സ്വപ്നം കാണുന്നവരാണെങ്കിൽ അതെല്ലാം സംഭവിക്കാൻ പോകുന്നു. നല്ല പ്രണയത്തിലാണ് ഇവിടെ നോക്കുന്നത് എങ്കിലും ഞാൻ പൊതുവായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് അലട്ടുന്ന പ്രശ്നമാണെങ്കിലും, വിരഹമാവാം, നിങ്ങളോട് സംസാരിക്കാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാലും മൈൻഡ് ചെയ്യാത്ത ആളായിരിക്കാം, അതെല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ അവർ പെരുമാറാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന കാർഡാണ് ആദ്യത്തെ കാർഡ്. കാരണം അനുഗ്രഹിക്കുന്ന ദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പറയുന്ന മറ്റൊരു സന്ദേശം മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ്. ഇവിടെ മെഡിറ്റേഷൻ എന്ന കാർഡ് വന്നു. ഫീൽ ഓഫ് ഫോർച്യൂണും തരുന്ന സന്ദേശം അതാണ്. നിങ്ങൾ മനസ്സ് ഓക്കെ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. ആ സമയത്താണ് അവർ നിങ്ങളിലേക്ക് വരിക. നിങ്ങളുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ് എന്ന് തന്നെയാണ് ജൂപ്പിറ്റർ രണ്ടാമത്തെ കാർഡിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ജൂപ്പിറ്റർ ആണ്, രണ്ടാമത്തെ കാർഡും ജൂപ്പിറ്റർ ആണ്. അത് ടെമ്പറൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല, സംയമനം പാലിക്കൂ. ആത്മശാന്തി ആദ്യം വരണം. അവനവന് ഒരു ആത്മശാന്തി ഉണ്ടായാൽ, ആത്മശാന്തി എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കുള്ളത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരിങ്ങനെ ചത്ത് ജീവിക്കും അല്ലേ. നമ്മളുടെ മനസ്സിന് സൂര്യമില്ലാത്തൊരവസ്ഥ, നമ്മളിങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുക, എപ്പോഴും നമുക്ക് നെഗറ്റീവ് ചിന്തകളായിരിക്കും. അതോടുകൂടി നമ്മളിൽ വന്നു ചേരുന്നതെല്ലാം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും. അതാണ് ജൂപ്പിറ്റർ തരുന്ന മുന്നറിയിപ്പ്. അപ്പോൾ നമുക്ക് കിട്ടി മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന കാർഡ്. അതിൻ്റെ അർത്ഥമുള്ള രണ്ട് കാർഡ് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂണും ടെമ്പറൻസും. അപ്പോൾ നിങ്ങൾ മനസ്സ് ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പങ്കാളിക്ക് മനസ്സ് ഓക്കെ അല്ല, അയാൾ നന്നായിട്ട് വിരഹം അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ അസ്വസ്ഥരാണ് എന്നുകൂടി പറയുന്നുണ്ട്. അവർ കോണ്ടാക്റ്റ് ചെയ്യാഞ്ഞിട്ടാവും. ചിലപ്പോൾ നിയമപ്രകാരം വേർപിരിഞ്ഞവരാണെങ്കിൽ അവർക്കും സങ്കടമായിരിക്കുമല്ലോ. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഓക്കെ അല്ലാത്തത് കാരണമാണ് നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അതൊന്ന് ആദ്യം ശരിയാക്കൂ എന്നാണ് മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന കാർഡുകളിലൂടെ പറയുന്നത്. ഇനി വന്നിരിക്കുന്നു കർക്കിടകം രാശി. അത് നിങ്ങളെ മനസ്സിനെ കലക്കിക്കൊണ്ടിരിക്കും. ഞെണ്ടാണ്, എപ്പോഴും എന്നെ തോണ്ടിക്കൊണ്ടിരിക്കും. അത് ഹൃദയത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ് ഈ കർക്കിടകം രാശി. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അവനവന് സമാധാനം കൊടുക്കില്ല എന്ന് മാത്രമല്ല, പങ്കാളിക്ക് സമാധാനം കൊടുക്കില്ല. എപ്പോഴും ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ തോണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവും ഈ കർക്കിടകം രാശിക്കാർക്ക്. അവർക്ക് തെളിഞ്ഞ വെള്ളം കാണുന്നത് ഇഷ്ടമല്ല, അവർക്ക് ചേറ്, കലക്കവെള്ളം ഇതൊക്കെയാണ് ഇഷ്ടം. ഈ കലക്കവെള്ളം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് അവരോടോ അവർക്ക് നിങ്ങളോടോ ഉണ്ടാവുമ്പോഴാണ് ഈ കർക്കിടകം രാശി വരുന്നത്. ഈ കർക്കിടകത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ പ്രണയത്തിൻ്റെ രാജാവാണ്, മൂണാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് നല്ല പ്രണയമാണ്. എങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിന് പകരം ചില സമയത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടാവും. അങ്ങനെ അകന്നു പോവും. അകന്നു പോയി കഴിഞ്ഞാൽ അതോർത്ത് വിഷമിക്കും, അതോർത്ത് കരയും. അങ്ങനത്തെ ആളാണ്. നിങ്ങൾക്ക് സമാധാനം തരാതെ ബ്രേക്കപ്പായി പോയ ആൾക്ക് അവനവനും സമാധാനം കൊടുക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. വിരഹമാണ്, സങ്കടമാണ്, മറ്റൊരു ഓപ്ഷൻ വന്നാൽ സ്വീകരിക്കില്ല. അതുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അയാൾക്ക് വേറൊരു ഓപ്ഷൻ വന്നാലും അതിലേക്ക് നോക്കുകയില്ല, നിങ്ങളെ ഓർത്തിരിക്കുകയാണ്. അങ്ങനത്തെ ആളാണ് നിങ്ങളെ സദാസമയം വേദനിപ്പിക്കുന്നത്. അങ്ങനത്തെ ആൾ തന്നെയാണ് അകന്നു പോയിരിക്കുന്നത്, ബ്രേക്കപ്പൊക്കെ ആയിരിക്കുന്നത്. എന്നിട്ട് അയാൾ അവിടെ ഇരുന്ന് കരയാണ് എന്ന് പറയുന്നത്. സന്തോഷിക്കുകയല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയാൾക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട്, സന്തോഷിക്കുകയാണ് എന്ന്. എന്നാൽ കർക്കിടകം രാശി അയാളുടെ മനസ്സിനെയും കലക്കാൻ തുടങ്ങി. നിങ്ങളെ എങ്ങനെ വേദനിപ്പിച്ചോ അതുപോലെ അയാളും വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ പ്രണയത്തിൻ്റെ ചന്ദ്രൻ, സ്വപ്നങ്ങളുടെ ചന്ദ്രൻ. ഇനി മീനം രാശിയാണ്. രണ്ടുപേരും പുനർജന്മമാണ്, സോൾ കണക്ഷനാണ്, മനസ്സിന് അത്രയ്ക്ക് വലിയ അടുപ്പമാണ്. എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇത്തരം ബന്ധങ്ങളിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി സന്തോഷിക്കുകയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയുകയാണെങ്കിൽ നിങ്ങളെ അങ്ങേയറ്റം കരയിച്ചിട്ടാണ് ആള് മാറി നിൽക്കുന്നത്. എന്നാൽ അയാൾ അവിടെ പോയിരുന്ന് കരയണേ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് എന്ന് പറയുന്ന കാർഡാണ് വാട്ടർ മൂൺ ക്യാൻസർ നൽകുന്ന കർക്കിടകം രാശി തരുന്ന 4 ഓഫ് കപ്പ്. ഇനി വന്നിരിക്കുന്ന നൈറ്റ് കപ്പാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുമ്പോൾ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്തു കൂട്ടുന്നു എന്നറിയുന്ന ഒരു ഫാൻറ്റസി വേൾഡ് നിങ്ങളുമായിട്ട്
കല്യാണം കഴിച്ച് ജീവിക്കാൻ സ്വപ്നം കാണുന്ന ഒരു അവിവാഹിതയോ ആണെങ്കിൽ നിങ്ങളുമൊത്ത് ജീവിക്കേണ്ടത് ഏതറ്റം വരെ വേണമെങ്കിൽ അവർ സ്വപ്നം കാണുന്നുണ്ട്. ഇനി രാത്രി ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ അരികിലെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ടെലിപ്പതി മെസ്സേജുകൾ കൈമാറുന്നുണ്ട്. ഫീലിങ്സ് കൈമാറുന്നുണ്ട്. നിങ്ങൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ സോൾ കണക്ഷൻ ആണ് എന്ന്. സ്വപ്നങ്ങളുടെ ഒരു ലോകം തന്നെ അയാളെ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാവണം എന്ന തീരുമാനമുണ്ട്. എങ്കിലും നിങ്ങളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഈ കർക്കിടകം രാശി വന്നതുകൊണ്ടാണ്. അത് എവിടെ തെളിഞ്ഞ വെള്ളം കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു രാശിയാണ്. എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരം ഒരു സ്വഭാവം അതിനുണ്ട്. അടുത്ത് നിൽക്കുന്നത് മൂൺ ആയതുകൊണ്ട് നിങ്ങളെ മാത്രമേ അവർ സ്നേഹിക്കുന്നുള്ളൂ എന്ന വാക്ക് മൂൺ തരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്കിടയിൽ ഈ കർക്കിടകം രാശി ഒരു ശത്രുവായിട്ടും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ഒരു വീട്ടുകാരോ മതമോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ കർക്കിടകം രാശിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 തരം അനുഭവങ്ങളാണ് ഈ രാശി തരുന്നത്. 1 അവനവൻ്റെ മനസ്സിനെ കലക്കും, 2 മറ്റുള്ളവരുടെ മനസ്സിനെ കലക്കും, 3 നിങ്ങൾക്കിടയിൽ ഒരു ശത്രു ഉണ്ട് എന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ അറിയാത്തതാവാം അല്ലെങ്കിൽ അറിയുന്നതാവാം. അതിൽ നിന്ന് വന്നിട്ടാണ് ഇവർ ഈ ഫാൻറ്റസി വേൾഡ് മനസ്സിലുണ്ടാക്കുന്നത്. ശത്രു ഉണ്ടെന്നറിയാം അല്ലെങ്കിൽ നടക്കില്ല എന്നറിയാമെങ്കിലും സ്വപ്നം കാണുന്നതിന് വല്ല ചിലവുണ്ടോ? സ്വപ്നം കാണുന്നുണ്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയില്ലായിരിക്കാം. 2 കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിക്കാൻ കഴിയുമായിരിക്കാം, വീട്ടുകാർ തടസ്സമായി നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെ ഭാവനയിൽ അവർ കിട്ടുന്നതിലും 10 ഇരട്ടി ഭാവന കാണുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കണ്ടാലാണ് 1% ആ കാര്യം നടക്കൂ എന്നുകൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാർഡാണ് നൈറ്റ് കപ്പ്. നിങ്ങളുടെ മനസ്സിൻ്റെ ജാലകം തുറന്നിടൂ എന്നാണ് ഇവിടെ ഒറ്റ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൻ്റെ ജാലകം തുറന്നിട്ടു, നിങ്ങളല്ല നിങ്ങളുടെ പങ്കാളി. അതിലിങ്ങനെ അവർ ഭാവനയിൽ വിഹരിക്കുകയാണ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഭ്രാന്തമായ പ്രണയമാണെന്ന്. അപ്പോൾ ചില്ലറയൊന്നുമല്ല, പൊസസീവായ പ്രണയമാണ്. അമിതമായ കൺട്രോളുള്ള ആളാണ്. നിങ്ങൾ മറ്റാരോടെങ്കിലും അടുപ്പത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ് പിന്നെ. അപ്പോൾ അവിടെ കർക്കിടകം രാശി ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങും. അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, ഡിപ്രഷനാവും. മൂൺ വന്നു, മൂൺ എന്ന് പറഞ്ഞാൽ വിഷാദ രോഗത്തിനെ കൂടി തരുന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവർ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുടെ പോലെ മനസ്സുള്ള ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുക, എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് കരയുക. പക്വതയില്ലാത്തൊരു പ്രണയത്തിനെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഭാവനയിൽ നിങ്ങളുമായിട്ട് ജീവിക്കുന്നത്, സ്വപ്നം കാണുക. അത് കിട്ടുന്നതിലും വളരെ അധികമാണ് അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് സഞ്ചരിക്കുക, നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഭാവനാ ലോകം തീർക്കുന്ന ഒരാളാണ് എന്നാണ് നൈറ്റ് കപ്പ് പറയുന്നത്. ഇനി ഭ്രാന്തമായ പ്രണയമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന പേജ് വാണ്ടാണ്. അത് പറയുന്നത് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അത് അഭിനയം മാത്രമാണ്. അത് നിങ്ങളെ കളിപ്പിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ മധുര സന്ദേശങ്ങൾ അയക്കണമെന്നാണ് അയാളുടെ മനസ്സിൽ. അത് തന്നെയാണ് നൈറ്റ് കപ്പും പറഞ്ഞത്. നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ സന്ദേശങ്ങൾ എത്ര തന്നാലും മതിവരാത്ത ഒരാളെയാണ് നൈറ്റ് കപ്പും പേജ് വാണ്ടും കൂടി കാണിച്ചു തരുന്നത്. എങ്കിലും നിങ്ങൾ കാണുമ്പോൾ പുറത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ ഉള്ളിൽ ഇതാണ് ഭാവന ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നുണ്ട്. ലിയോ വന്നതുകൊണ്ട് തന്നെ ആലിംഗനം ചെയ്യണം എന്നുണ്ട്. ഫിസിക്കൽ താല്പര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ പ്രണയം ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സ്നേഹ ഹോർമോണുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് തലച്ചോറിന് തൊട്ട് താഴെയായി മൂക്കിന് പിറകുവശത്താണ് എന്ന് പറയുന്നത്. ആ ഗ്രന്ഥിയിൽ നിന്ന് നിങ്ങളുടെ സ്നേഹ ഹോർമോണുകൾ ഓക്സിറ്റോസിൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രണയത്തിലാവുമ്പോൾ, ദേഷ്യപ്പെടുമ്പോഴല്ല കേട്ടോ. അപ്പോൾ ഈ ഹോർമോണിന് സഹായിയായിട്ട് ഹൈപ്പോതലാമസ് എന്ന തലച്ചോറിലെ നാഡീ വ്യവസ്ഥയുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളിൽ കൂടുതലാവുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് പ്രണയത്തിലാവാനും. ഇനി ഇത് തന്നെ നിങ്ങളിലുണ്ടാക്കുന്ന ഒരു വിചാരമാണ് ഫിസിക്കൽ താല്പര്യം എന്നാണ് പറയുന്നത്. ആ ഫിസിക്കൽ താല്പര്യം പങ്കാളിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പകരുമ്പോൾ, ഓർഗാസം സംഭവിക്കുമ്പോൾ ഒക്കെ വളരെയധികം കൂടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾ പ്രണയിക്കുമ്പോൾ നല്ല ഹോർമോൺ ഉണ്ടാവുന്നു. എന്നാൽ നിങ്ങൾ ഡിപ്രഷൻ അടിക്കുമ്പോൾ
നിങ്ങൾ നെഗറ്റീവായി മാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയിക്കുന്നത് നല്ല കാര്യമാണ് എന്നല്ല, നിങ്ങൾ വല്ലാതെ അഡിക്ഷൻ ആകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഒരു സ്നേഹ ഹോർമോൺ നിങ്ങൾക്ക് ആവശ്യമാണ്. അത് ധാരാളം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു വിചാരമാണ് പങ്കാളിയുമായിട്ട് ഫിസിക്കലായിട്ട് ഒരടുപ്പം വേണമെന്ന്. അപ്പോൾ അതും ഇവിടെ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന കാർഡാണ് നൈറ്റ് കപ്പ്. പേജ് വാണ്ട് ഹെർമിസ് ആണ്. നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കണം, മധുര സന്ദേശങ്ങൾ അയക്കണം, നിങ്ങൾക്ക് സമ്മാനം തരണം, നിങ്ങളെ അത്ഭുതപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ കർക്കിടകൻ രാശി കുറച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇയാളെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവമാണ് അതിന്. നിങ്ങളുമായിട്ട് നന്നായിട്ട് കഴിയണമെന്ന് മനസ്സിൽ തോന്നുകയും അപ്പം തന്നെ അഹങ്കാരമായി മാറുകയും നെഗറ്റീവായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാർഡാണ് പേജ് വാണ്ട്. ഇനി വന്നിരിക്കുന്ന പേജ് പെൻഡക്കളാണ്. സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് പേജ് വാണ്ട് പേജ് പെൻഡക്കളും പറയുന്നത്. ഹെർമിസ് തന്നെയാണ് അതിലും വന്നിരിക്കുന്നത്. എന്നാൽ സന്ദേശം അയക്കണമെന്ന് വിചാരിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളെ പോലെയല്ല, അയക്കും എന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് സ്നേഹത്തിലാവും, സ്നേഹ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അയാൾ നിങ്ങളുമായിട്ട് സ്നേഹത്തിലാവും, നിങ്ങൾക്ക് നല്ല നല്ല സന്ദേശങ്ങൾ അയക്കും. അയാൾ ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട്, നിങ്ങളില്ലാതെ വയ്യ എന്ന അവസ്ഥയാണ് 4 ഓഫ് കപ്പ് കാണിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾ നിങ്ങൾക്ക് സന്ദേശം അയക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാർഡാണ് പേജ് പെൻഡക്കൾ. സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ട്. സന്ദേശവാഹകനായിട്ട് ഹെർമിസ് ഉണ്ട്. സന്ദേശങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങേയറ്റം പ്രണയമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി സെൻസിറ്റീവാണ് എന്നുകൂടി പറയുന്നുണ്ട്. നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം. നിങ്ങളെപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ട്രോമയിൽ കടന്ന് ഉരുളുകയാണ്. അതാണ് 10 സോഡ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലിങ്ങനെ വിഷമാണ്. സ്കോർപ്പിയോ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അക്യൂറിയസ് വന്നു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുകയാണ് അവർക്ക് മറ്റാരോടോ ഇഷ്ടമുണ്ട്. അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ നിങ്ങളെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആ ഹോർമോൺ ഉണ്ടാവുക? അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്, വാത്സല്യം തോന്നുന്നതാണ്. ഇനി അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹത്തിനും ഇത് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാമുകന്മാർക്ക് വേണ്ടി മാത്രമല്ല. എന്നാൽ കാമുകന്മാരാവുമ്പോൾ ആലിംഗനം ചെയ്യാൻ താല്പര്യം വരും. ഇനി അമ്മയും കുഞ്ഞും ആണെങ്കിലും കുഞ്ഞിനെ എടുക്കുമല്ലോ, അതുപോലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാവുന്നത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തളർന്ന് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണ് എല്ലാം കിടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ വൈബുകൾ കൈമാറുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, സോൾ കണക്ഷനാണ്. നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് തോന്നും. കർക്കിടകൻ രാശി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, സ്കോർപ്പിയോ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രണ്ടും കൂടി നിങ്ങളെ അകറ്റുകയാണ് എന്ന് പറയുന്നത്. ചിന്തകളാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടു കൂടി ചിന്തിക്കുക. അതിനാണ് 3 കാർഡ് മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഓക്കെ ആയാൽ അവരും ഓക്കെ ആവും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി വന്നിരിക്കുന്ന നൈറ്റ് കപ്പാണ്. നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അഡിക്ഷൻ പാടില്ല എന്ന്. നിങ്ങളിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ അകന്നു പോകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ നെഗറ്റീവ് മെസ്സേജാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരുടെ പുറകെ എന്നെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയാണ്, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ അവർ അകലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടും നൈറ്റ് കപ്പ് പറയുന്നുണ്ട്. 2 കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 മെസ്സേജും ഞാൻ പറയുകയാണ്. ഒരാളിങ്ങനെ 1 വേ ലവായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ആളുകളുടെ ഇടയിൽ ഒരാൾക്ക് മാത്രം ഭ്രാന്തമായ പ്രണയമുണ്ട്, മറ്റേ ആൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരർത്ഥം കൂടി ഈ 2 കാർഡ് വന്നതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഇനി പറയാനുള്ളത്, നിങ്ങൾ സുഹൃത്തായി കരുതിയ ആൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു, അങ്ങനെ ആരോ നിങ്ങളെ ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയില്ല ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് എന്ന്. അത്രയ്ക്ക് ഒളിച്ചു വയ്ക്കാൻ കഴിവുള്ള ആളാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമാണ്. ഒരുപക്ഷെ ദമ്പതികളായിരിക്കാം നിങ്ങൾ. അങ്ങനെയുള്ള ആളെ പ്രണയിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ മറഞ്ഞു നിന്ന് ആരാധിക്കുന്ന, അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പിറകിലുണ്ട് എന്നറിയുന്നത്. അങ്ങനെ ഒരാളും ഇവിടെ വന്നിട്ടുണ്ട് നൈറ്റ് കപ്പിലൂടെ. അപ്പോൾ പുതിയൊരു പ്രണയം കേൾക്കാൻ തയ്യാറായ സിംഗിൾ ആണെങ്കിൽ നിങ്ങളോട് ആ പ്രണയം അവർ ധൈര്യത്തോടുകൂടി വന്ന് പറയാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇനി കപ്പിളാണെങ്കിൽ ഒരാളിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. നെഗറ്റീവ് മെസ്സേജാണ് ഞാൻ ഇവിടെ പറയുന്നത്. സംശയിക്കുകയാണെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിലും ഒക്കെ കയ്യിലുള്ളതിനേക്കാൾ 10 ഇരട്ടി കൂടുതലാണ് എന്ന് പറയുന്ന കാർഡ് കൂടിയാണ് നൈറ്റ് കപ്പ്.
സംശയം ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അവസ്ഥയാണ്. നിങ്ങൾ ട്രോമയിൽ തന്നെ വീണ് കിടക്കുകയാണ്, തളർന്ന് തന്നെ കിടക്കുക. മൃതപ്രായമായ ഒരാളെയാണ് കാണിക്കുന്നത്. അവരും അപ്പുറത്ത് തളർന്നങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ദുഃഖിക്കുമ്പോൾ ഒരാൾ അമിതമായി ചിന്തിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്ന കാർഡാണ് നൈറ്റ് കപ്പ്. ഈ ചിന്തകളും അമിതമാവാൻ പാടില്ല. അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിലും ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇനി അവർ വെറുക്കുകയാണ് എന്ന് പറയുമ്പോഴും അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് അമിതമായി ചിന്തിക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് നെഗറ്റീവ് സംഭവങ്ങളും അനുഭവങ്ങളുമാണ് കൊണ്ടുതരിക എന്ന് പറയുന്ന കാർഡ് കൂടിയാണ് നൈറ്റ് കപ്പ്. ഞാനിവിടെ സ്നേഹ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫിസിക്കലായിട്ട് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതല്ല, ദമ്പതികളുടെ കാര്യത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. എന്നാൽ സ്നേഹിക്കുമ്പോൾ നല്ല മനസ്സിലെ പവിത്രമായ സ്നേഹം ഉണ്ടാകുമ്പോഴും ഈ ഹോർമോൺ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആരോഗ്യമാണ് ഉണ്ടാവുന്നത്. ഇനി സൗന്ദര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ സൗന്ദര്യം വേണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ നല്ല ചിന്തകൾ ചിന്തിക്കുക, സ്നേഹത്തോടു കൂടി ചിന്തിക്കുക. ഞാൻ എന്നും പറഞ്ഞു തരുന്നത് അതൊക്കെ തന്നെയാണ്. ഇനി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തുടച്ചു നീക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഷാഡോകളെയൊക്കെ തുടച്ചു നീക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം സംശയത്തിനെ ഷാഡോ എന്നാണ് നമ്മൾ പറയുന്നത്. ആ വിഷം നീക്കാൻ പോവുകയാണ്. അതാണ് സണ്ണ് പറയുന്നത്. അവരെന്താ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത് എന്ന് അവരും മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂൺ തരുന്ന അതേ മെസ്സേജുകൾ തന്നെയാണ് സണ്ണും തരുന്നത്. ഭാഗ്യം, വിജയം, സന്തോഷം, ഐക്യം, വിവാഹ നിശ്ചയം, വിവാഹം, ദമ്പതികൾ, ഇനി സെലിബ്രേഷൻ പറയുന്നുണ്ട്, മംഗളകർമ്മങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ സ്വപ്നം കാണുന്നതിലും അധികം തരാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്നതിലും അധികം സ്വപ്നം കാണുന്നു എന്ന് പറയുന്ന കാർഡാണ് നൈറ്റ് കപ്പ്. എങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കുന്നതിലും അധികം തരുന്നു എന്ന് പറയുന്ന കാർഡാണ് സണ്ണ്. അപ്പോൾ നിങ്ങൾ അമിതമായിട്ട് കൊതിക്കുമെങ്കിലും ആ കാർഡ് മിതമാവാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് അമിതമായി തരാൻ പോകുന്നു ഇവിടെ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. അതും സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറയാം. എന്നാലും ഇവിടെ 7 വാണ്ട് വന്നിട്ടുണ്ട്. അത് ചില പക്വതയില്ലാത്ത പ്രണയങ്ങളോ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രണയങ്ങളോ ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല 7 വാണ്ട് വന്നിരിക്കുന്നത്. തൽക്കാലം പിരിഞ്ഞിരിക്കുക, മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുക, പങ്കാളി തന്നെ വെല്ലുവിളിയായി മാറുക, മറ്റൊരാൾ വിവാഹം ആലോചിച്ച് വന്ന് അതിലേക്ക് ഇറങ്ങേണ്ടി വരിക. കാരണം യുവാക്കൾ നിസ്സഹായരാണ്. സാഹചര്യമാണ് അവരെ ഇഷ്ടപ്പെട്ട ആളിൽ നിന്ന് അകറ്റുന്നത്. അത്തരമൊരു സാഹചര്യം ഉള്ളവരും ഉണ്ട് എന്നാണ് 7 വാണ്ട് പറയുന്നത്. സമൂഹം വെല്ലുവിളിയാണ്, കുടുംബം വെല്ലുവിളിയാണ്, ജോലി, പണം, ഇതൊക്കെ വെല്ലുവിളിയാണ്. ഒന്നുമില്ല കയ്യിൽ. ഇനി മറ്റൊന്ന് പറയുന്നത് പങ്കാളിയും വെല്ലുവിളിയായി എന്ന് പറയുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും യുദ്ധമാണ് എന്നല്ല, പങ്കാളിയെ കിട്ടുക എന്നുള്ള കാര്യം വെല്ലുവിളിയായി മാറുക. അപ്പം ജീവിതത്തിൻ്റെ പല വെല്ലുവിളികളെയാണ് 7 വാണ്ട് സാറ്റേൺ കാണിച്ചു തരുന്നത്. അപ്പോൾ ദുഃഖത്തിൻ്റെ ഒരു ഇരുണ്ട വശം അനുഭവിക്കുന്നവരും ഇത് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് 7 വാണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞു വരുന്നവർക്ക് സന്തോഷമാണ്. സണ്ണ് വന്നതോടുകൂടി അവരെല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ മത പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ കാർഡ് വരും. നിങ്ങൾ ഇപ്പോൾ പങ്കാളി സംസാരിക്കാത്ത സമയത്ത് ഇതുപോലെയൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്കിലും 7 വാണ്ട് വരും. കാരണം ഇവിടെ ടവർ വന്നിട്ടുണ്ട്. എൻഡിങ് ആയതിനെ കാണിക്കുന്നുണ്ട്, റീബർത്തും കാണിക്കുന്നുണ്ട്, റീയൂണിയനും കാണിക്കുന്നുണ്ട്. തൽക്കാലം അകന്നു പോയവരെ തന്നെയാണ് എല്ലാ കാർഡുകളും കാണിച്ചു തന്നത്. ട്രോമയിലൂടെ കടന്നുപോയി, അവർ മിണ്ടുന്നില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. കർക്കിടകം രാശി വന്നു, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക, പ്രവർത്തികൾ ചെയ്യുക, ഓപ്പോസിറ്റായി പെരുമാറുക, ഇതൊക്കെ ചെയ്തിട്ട് അപ്പുറത്ത് പോയിരുന്ന് കരയുന്ന ആളെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളായിരിക്കാം ഇതിനൊക്കെ ദുഃഖിക്കുന്നുണ്ടാവുക. അത് പറയുന്ന കാർഡാണ് ടവറും 7 വാണ്ടും. ടവർ വന്നതോടുകൂടി നിങ്ങളുടെ റീയൂണിയൻ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന കാർഡാണ്. ഇനി ഹെർമിസാണ് വന്നിരിക്കുന്ന സന്ദേശവാഹകനാണ്. സമ്മാനങ്ങളുണ്ട്, ഫിസിക്കൽ താല്പര്യമുണ്ട് എന്ന് നൈറ്റ് കപ്പ് പറഞ്ഞു. സ്നേഹ ഹോർമോണുകൾ കൂടുതലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെയൊക്കെ പങ്കാളിയുമായി ദമ്പതികളാണെങ്കിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനും, അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കാനും, ഇനി 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ സന്ദേശങ്ങൾ മാത്രം കൈമാറാനും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക്
കരിയർ, ഹെൽത്ത് ഇതിലേക്ക് പോവാം. ഇവിടെ കരിയർ വന്നിരിക്കുന്നത് എഴുത്തുകാരാണ് എന്ന് പറയുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്, പോലീസ് പട്ടാളം വന്നിട്ടുണ്ട്, എയർഫോഴ്സിലെ ജോലി വന്നിട്ടുണ്ട്. ഇനി ഭൂമി സംബന്ധമായ എല്ലാ ഇടപാടുകളും വന്നിട്ടുണ്ട്, ഗതാഗതം വന്നിട്ടുണ്ട്, നൈറ്റ് ഷിഫ്റ്റിലെ ജോലികളെല്ലാം വന്നിട്ടുണ്ട്, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. സ്ത്രീകളിലെ അമിത രക്തസ്രാവം പറയുന്നുണ്ട്, ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്, മാനസിക വിഭ്രാന്തികൾ പറയുന്നുണ്ട്, കുടൽ രോഗങ്ങൾ പറയുന്നുണ്ട്, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഫുഡ് അലർജി പറയുന്നുണ്ട്, ബോഡി പെയിൻ ചുമ പറയുന്നുണ്ട്, പൊള്ളൽ പറയുന്നുണ്ട്, പല്ലുകളുടെ എല്ലുകളുടെയും പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, നീരിറക്കം പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ബാക്ക് പെയിൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വിവാഹാലോചന നടക്കും എന്ന് പറയുന്നുണ്ട്, വരും എന്ന് പറയുന്നുണ്ട്, പുതിയ പ്രണയം വരും എന്ന് പറയുന്നുണ്ട്, കയ്യിൽ കുറച്ച് സാമ്പത്തികം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, ഭൂമി വസ്തു ഇടപാടുകൾ നടക്കുമെന്ന് പറയുന്നുണ്ട്, പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുമെന്ന് പറയുന്നുണ്ട്, സന്ദേശവാഹകൻ വന്നിട്ടുണ്ട്, സന്ദേശങ്ങളാണ് പറയുന്നത്. അത് ജോലിയുടെ ആവാം, പ്രണയത്തിൻ്റെ ആവാം, മറ്റു വല്ല സന്ദേശങ്ങളും ആവാം. നിയമപ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അപ്പം നിയമക്കുരുക്കിലൊക്കെ പോയി പെടാതിരിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, വിളിച്ചാൽ കിട്ടില്ല. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ മൈൻഡ് ആവണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡ് അല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾക്ക് കുഴപ്പമാണ് കേട്ടോ. ട്രസ്റ്റ്, വിശ്വസിക്കാനാണ് പറയുന്നത്. റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട്. സെപ്പറേഷൻ വന്ന ആൾക്കാരുണ്ട്. തുടർന്ന് സംസാരിക്കാത്തവരും അല്ലെങ്കിൽ തുടർന്ന് സംസാരിക്കണമെന്ന് പറയുന്നവരും ഇവിടെ ഉണ്ട്. ഡിസെപ്ഷൻ നടക്കുന്നുണ്ട് എന്ന തോന്നലാണ്, അതാണ് 10 സൂട്ട്സ് പറഞ്ഞത്. എപ്പോഴും പേടിയാണ്. ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ഇതൊന്നുകൂടി കുറച്ച് കാർഡ് എടുക്കാം. മാരേജ് ആണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ലിയോ പറഞ്ഞത്, വിവാഹനിശ്ചയം, വിവാഹം. ലവ് യു എന്ന് പറയുന്നുണ്ട്, പ്രണയമാണ്. അപ്പോൾ സ്നേഹ ഹോർമോൺ കൂടിയ ആൾക്കാരാണ്. ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട്, അതും പ്രശ്നമാണ്. ഹോർമോൺ ബാലൻസിങ് ഇല്ലായാണ് വെറുപ്പ് തോന്നിക്കുന്നത്. മെമ്മറീസ് ഉണ്ട്, ഓർമ്മകൾ. സുഹൃത്തുക്കൾ മാത്രമായ ആളുകളും ഉണ്ട്. റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. വിഷാദ രോഗം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സംയമനം പാലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സൊന്ന് ബാലൻസിങ് ആവാനാണ് ഇവിടെ ടെമ്പറൻസും ജൂപ്പിറ്ററും ഒക്കെ പറഞ്ഞത്. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയി വന്നിട്ടുള്ള എല്ലാ കാർഡുകളും പറയുന്നത്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞു, അതിൻ്റെ 2-3 കാർഡ് വന്നു. നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കൂ എന്നാണ് ഒരു കാർഡ് പറയുന്നത്. സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, എങ്കിലും അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതുപോലെയൊക്കെ ചിന്തിക്കുക, അപ്പോഴാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നുക. ഇനി വന്നിരിക്കുന്ന പ്രണയം ഉള്ളവരാണ്. ലവ് യു എന്ന് പറയുന്നവരുണ്ട്, ഹേറ്റ് യു എന്ന് പറയുന്നവരുണ്ട്. ഡിസെപ്ഷൻ നടക്കുന്നുണ്ട്. ചില ആളുകളുടെ ബന്ധങ്ങളിൽ വഞ്ചന നടക്കുന്നുണ്ട്. ചില ആളുകൾ അവനവന് ഇഷ്ടമില്ലാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. അതാണ് 7 വാണ്ട് പറഞ്ഞത്. അതാണ് ഇവിടെ ഡിസെപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് തോന്നുമല്ലോ, എന്നെ വഞ്ചിച്ചു എന്ന് തോന്നുമല്ലോ. എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. അവരുടെ സാഹചര്യം കൊണ്ട് അവരങ്ങനെ പെരുമാറിയതായിരിക്കാം. അതാണ് 7 വാണ്ട് പറഞ്ഞത്. മറ്റുള്ളവരും സമൂഹവും പങ്കാളി പോലും എതിരാളിയായി മാറുന്ന ഒരവസ്ഥയിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഡിസെപ്ഷൻ എന്ന കാർഡ് പറഞ്ഞത്. അപ്പം നല്ല രീതിയിൽ പ്രണയം മുന്നോട്ട് പോകേണ്ടവരുണ്ട്. ചില ആളുകൾക്ക് ചില ഇടങ്ങേറുകളും ഇവിടെ കണ്ടു. അപ്പോൾ രണ്ടും ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നവരുടെ വീഡിയോകൾ കാണാറുണ്ട്. അവരിൽ നിന്നുള്ള നല്ല നിർദ്ദേശങ്ങൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്, നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ അങ്ങനെയുള്ള നല്ല വാക്കുകൾ ഞാൻ കേട്ടു. അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിലെ ചില ഹോർമോണുകളാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന്, ഡിപ്രഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ അഡിക്ഷനിലേക്ക് പോകുന്നത്, നിങ്ങളുടെ മൈൻഡ് കൺട്രോളിൽ വരാത്തത്, എല്ലാറ്റിൻ്റെയും പ്രശ്നം അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും പുറകിൽ നിങ്ങളുടെ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത്. അതിനൊക്കെ ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സൊന്ന് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇന്നിവിടെ പറഞ്ഞത്. പലപ്പോഴും ഞാൻ മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്, ടാരോ റീഡർമാരെയൊക്കെ ധാരാളം ഞാൻ വിമർശിക്കാറുണ്ട്. അവർക്കൊന്നും പറയാറില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ വാക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി.
നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലുള്ള നല്ല നല്ല ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്രഷൻ ഉള്ളവരൊക്കെ അത്തരം വീഡിയോകൾ പോയി കാണുക. അത് നിങ്ങളുടെ മനസ്സിനൊന്ന് മോട്ടിവേഷനാണ്. ഇനി സ്വയം തന്നെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിലേക്കും പോവാം. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെയാണ് ഇന്ന് പുതിയതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. പ്രണയം എന്നുള്ളത് നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയാണ് എന്നാണ് ഈ പറഞ്ഞ വ്യക്തികൾ പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിലാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, നിങ്ങൾ എപ്പോഴും ഡിപ്രഷനിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽത്തിന് പ്രശ്നമാണ് എന്നുകൂടി ഇവിടെ പറയട്ടെ. നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയൊക്കെയുള്ള ജീവിതം കിട്ടട്ടെ, നിങ്ങളുടെ പങ്കാളി എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക.